നമസ്കാരം. ഇന്ന് ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും നമുക്ക് നോക്കാം. ഇന്നത്തെ ടോപ്പിക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓർ ഹെവി സൈഡ് യൂണിറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഹെവി സൈഡ് യൂണിറ്റ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എ ഈസ് ഡിഫൈൻഡ് എസ് യു ഓഫ് ടി മൈനസ് എ ഈസ് ഈക്വൽ ടു 1 for t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് 0 for t ലെസ് ദാൻ എ. ഇത് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ യു ഓഫ് ടി equal to 1 for t greater than or equal to a and 0 for t less than a എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഒരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ ടി എന്ന് പറയുന്ന ടൈമാണെന്ന് വെച്ചോളൂ. ഈ എക്സ് ആക്സിസ് നേരെ എടുത്തു. യു ഓഫ് ടി യു എന്ന് പറയുന്ന ഈ നേരെ ഉള്ള ഫംഗ്ഷൻ നമ്മുടെ യു ഓഫ് ടി. അപ്പം ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ എന്താ? ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അങ്ങനെ നടന്നോട്ടെ, ടി ലെസ് ദാൻ 0. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമ്മുടെ ഒറിജിൻ അതിവിടെ നിന്ന് മുകളിലോട്ട് പോസിറ്റീവ് സൈഡ് 0 to ഇൻഫിനിറ്റി അതല്ലേ? ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നല്ല മീനിങ്. അപ്പോൾ 0 to ഇൻഫിനിറ്റിയിലേക്ക് യു ഓഫ് ടിയുടെ വാല്യൂ 1 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ലൈനാണ് അല്ലേ? ഇതായിരിക്കും 1 എന്ന് പറയുന്ന പോയിന്റ്. യു ഓഫ് ടിയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ടി ലെസ് ദാൻ 0 എന്ന് പറയുമ്പോഴോ അതായത് ഇവിടുന്ന് ഇപ്പുറത്തെ സൈഡിൽ LHS പാർട്ടിൽ അത് 0. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രാഫ് യു ഓഫ് ടി ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എഴുതിയാൽ. അപ്പം ഇതാണ് നമ്മുടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒരു സം പോയിന്റ് വരുമ്പോൾ ആ ഫംഗ്ഷൻ്റെ വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എടുക്കുമ്പോൾ 1 ആണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന് ഒരു ഷിഫ്റ്റിംഗ് വന്നു. ഈ യു ഓഫ് ടി എന്നുള്ള പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് മാറിയപ്പോൾ യു ഓഫ് ടി മൈനസ് എ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ടി മൈനസ് എ എന്ന് പറയുമ്പോൾ ഇതാണ് ടി ആക്സിസ്, ഇത് യു ഓഫ് ടി നേരത്തെ പോലെ തന്നെ. അപ്പോൾ ഇവിടുന്ന് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത് 0 അല്ലേ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അപ്പുറത്തേക്ക്. അപ്പോൾ അതിൻ്റെ നേരെയുള്ള ഫംഗ്ഷൻ ഈ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് അപ്പുറത്ത് യു ഓഫ് ടി മൈനസ് എ വന്നപ്പോൾ എന്താ അവിടുത്തെ വാല്യൂ ആണ് 1. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ മുതൽ ഇൻഫിനിറ്റി വരെ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുവാണേ. എ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂ എന്തുവാണ്? 1. ബാക്കിയോ താഴോട്ടുള്ള വാല്യൂ എന്തുവാണ്? 0. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇത്രയും നമുക്ക് പറയുന്നില്ല. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ 1ഉം ടി ലെസ് ദാൻ എ ആണെങ്കിൽ 0യും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനിത് യു ഓഫ് ടി എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നു. നമുക്ക് യു ഓഫ് ടി അല്ല ടി മൈനസ് എ എന്നുള്ള രീതിയിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓർ ഹെവി സൈഡ് യൂണിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എൻ്റെ ഗ്രാഫ് ഇരിക്കുന്നത്. അതായത് യൂണിറ്റി 1 ആൻസർ ആയിട്ട് വരണം. നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അങ്ങനെ അല്ലാത്ത ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ അല്ലാത്ത ഫംഗ്ഷൻ നമ്മുടെ പീരിയോഡിക് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് എ is equal to ഫോമുല മാത്രം ഞാൻ എവിടെ എഴുതുവാണ് ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ്. ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് എ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോമുല യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോമുലയ്ക്കകത്ത് കൊടുത്ത് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. എനിക്കിപ്പോൾ ഫോമുല മാത്രം മതി, ഇതിൻ്റെ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ ഫോമുല മാത്രമേ പറയുന്നുള്ളൂ. എങ്ങനെ ഇത് വേണമെങ്കിൽ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഫോമിൽ എഴുതിയിട്ട് എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് യു ഓഫ് ടി മൈനസ് എ കൊടുത്ത് ഇതുപോലെ ടി മൈനസ് എ എന്നുള്ളത് മാറാനായിട്ട് ഇ റേസ് ടു മൈനസ് എസ് മൾട്ടിപ്ലൈ പുറത്തേക്ക് എടുത്ത് അങ്ങനെ ഇത് സോൾവ് ചെയ്തെടുക്കാം. എനിക്കിതിപ്പം ഈ പ്രോപ്പർട്ടി മാത്രം മതി. അതുകൊണ്ടാണ് ഞാൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഫോമിൽ എഴുതി. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 1 for t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് 0 for t ലെസ് ദാൻ എ എന്നുള്ളതാണ് എൻ്റെ ഫോമുല. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഫോമുല ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ്. അപ്പോൾ നമ്മളൊരു പുതിയ ഫോമുല പഠിച്ചു. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് ഫംഗ്ഷൻ എന്തുവാണ്? ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ്. അടുത്തത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. അതായത് നമുക്ക് ഫോമുല പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള ഫോമുല ഞാനിപ്പോൾ ഇവിടെ പറയാം. യു ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ്. അതുപോലെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് നമ്മുടെ ഷിഫ്റ്റിംഗ് തിയറം എന്ന് പറയുന്നത് എന്തുവാണ്? എസിൻ്റെ സ്ഥാനത്തേക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്തിട്ട് എസ് മൈനസ് എ കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടില്ലേ? അതേപോലെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് ടി മൈനസ് എയും
യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞ് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് വരുവാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ്. ഈ യു ടി മൈനസ് എ എന്നുള്ളത് മാറാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. അപ്പോൾ ഇതും ഒരു ഫോമുലയാണ്. അതായത് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ്. ബട്ട് ശ്രദ്ധിക്കുക, ഈ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് വരുമ്പം ടി മൈനസ് എ ആണ് രണ്ടാമത്തെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ആദ്യത്തെ ഫംഗ്ഷനിൽ എന്ത് തന്നെയായിരിക്കുന്ന സ്കെയിൽ ടി മൈനസ് എ. അതായത് സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വെച്ചു, ഫൈൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് വൺ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ. ഇങ്ങനെ അത് വരാൻ പാടുള്ളൂ. ഇവിടെ എന്താണോ വന്നേക്കുന്നത് ടി മൈനസ് വൺ ആണെങ്കിൽ ഇവിടുത്തെ സ്കെയിൽ എന്ത് തന്നെയായിരിക്കണം? ടി മൈനസ് വൺ എന്ന് തന്നെ ആയിരിക്കണം. അങ്ങനെ പ്രോഡക്റ്റായിട്ട് വരികയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇൻറ്റു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഈ കൂടെയുള്ള ഫംഗ്ഷന് ചെയ്താൽ മതി. ഈ രണ്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. ഞാൻ ആ പ്രോബ്ലത്തിലേക്ക് പോവാന്നേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് Laplace transform of t minus 1 the whole square into u of t minus 1. u of t minus 1 കാണുമ്പോൾ തന്നെ നമുക്ക് എന്തറിയാം? അത് ഏത് മെത്തേഡിലാണ് ചെയ്യേണ്ടത്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട പ്രോഡക്റ്റ് ആണ്. അതിലൊരെണ്ണം u of t minus 1 ആണ്. തീർച്ചയായിട്ടും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ച പ്രോപ്പർട്ടി എന്തായിരുന്നു? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f of t minus a into u of t minus a is equal to e raised to minus as into Laplace transform of f of t. അല്ലേ? അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? വി ഹാവ് ടു ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ. ദറ്റ് ഇസ് ഈക്വൽ ടു യു ഓഫ് ടി മൈനസ് വൺ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എ എന്ന് പറയുന്നത് വൺ ആണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് എ എന്നുള്ളത് മാറാനാണ് ഇ റൈസ് ടു മൈനസ് എസ് എന്ന് കൊടുത്തത്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എന്തെന്ന് വരും? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ എന്ന് വരും. ആ ടി മൈനസ് വൺ മാറി, അതിനാണ് ഇ റൈസ് ടു മൈനസ് എസ് വന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി പവർ എൻ എന്തുവാണ്? ടി റൈസ് ടു എൻ എന്ന് പറയുമ്പോൾ എൻ ഫാക്ടോറിയൽ ബൈ, ദറ്റ് ഇസ് ഹിയർ 2 ഫാക്ടോറിയൽ ബൈ എസ് ക്യൂബ് ആണോ? ദറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ബൈ എസ് ക്യൂബ്. അതാണ് എൻ്റെ ആൻസർ. ഈ ക്വസ്റ്റ്യനിലെ ടി മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ വന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുക. സപ്പോസ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിലോ, ഫൈൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ. ഈ പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ടി എന്നുള്ള സ്ഥാനത്ത് ടി മൈനസ് വൺ വന്നാലേ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. നമ്മുടെ പ്രോപ്പർട്ടി എന്തുവാ? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു u of t minus a is equal to e raised to minus as into Laplace transform of f of t. ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ആണ്. അതിലൊരെണ്ണം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ u of t minus 1 ആണ്. ബട്ട് ആദ്യത്തെ ആൾക്ക് t minus 1 ഇല്ല. അപ്പോൾ ടി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് t minus 1 വരാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ നമുക്ക് എങ്ങനെ എഴുതാം? ടിയുടെ കൂടെ ഒരു 1, നമുക്ക് t minus 1 അല്ലേ വരേണ്ടത്. അപ്പോൾ മൈനസ് 1 പ്ലസ് 1 എന്ന് എഴുതി ഞാൻ. ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. കറക്റ്റ് അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു ടി മൈനസ് വണ്ണിനെ ഒന്നിച്ച് എഴുതിക്കോട്ടെ. എനിക്ക് ഇതല്ലേ ഒന്നിച്ച് വേണ്ട. അപ്പോൾ ടി മൈനസ് വൺ ഞാനൊരു ബ്രാക്കറ്റിലാത്ത. അപ്പോൾ അതിനടുത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ടി മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ടി മൈനസ് വൺ പ്ലസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ. ഇനി യു ഓഫ് ടി മൈനസ് വൺ അകത്തേക്ക് എടുത്താൽ ടി മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ പ്ലസ് 2 ഇൻറ്റു ടി മൈനസ് വൺ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ പ്ലസ് ടി മൈനസ് വൺ. ഇപ്പോൾ എനിക്ക് സന്തോഷം. എന്തുകൊണ്ടാണ്? പ്ലസ് യു ഓഫ് ടി മൈനസ് വൺ. എനിക്ക് എല്ലാം എൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രോഡക്റ്റ് വന്നപ്പോൾ ഇവിടെ യു ഓഫ് ടി മൈനസ് വൺ ആണെങ്കിൽ കൂടെയുള്ള ഫംഗ്ഷനും ടി മൈനസ് വൺ. ഇനി നമുക്ക് ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ എന്തുവാണ്? എല്ലായിടത്തും ലാപ്ലാസ് ട്രാൻസ്ഫോം കൊടുക്കുമ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ പ്ലസ് 2 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് വൺ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ പ്ലസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് വൺ. ഇനി ഇതിൻ്റെ ആൻസർ കൊടുക്കട്ടെ. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ ഇങ്ങോട്ട് ഇതുവാണേ ഈസ് ഈക്വൽ ടു, ഇത് മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ പ്രോപ്പർട്ടി ടി മൈനസ് വൺ എന്ന് പറയുമ്പോൾ എ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ പ്ലസ് കോൺസ്റ്റന്റ് 2 ഇട്ടു. ടി മൈനസ് വൺ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ. ടി മൈനസ് വൺ മാറാനായിട്ട് എന്ത് ചെയ്യണം? ഇ റൈസ് ടു മൈനസ് എ എസ്, ദറ്റ് ഇസ് ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി.
അടുത്തത് നോക്കിക്കേ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് വൺ. നേരത്തെ ആദ്യം പഠിപ്പിച്ചത് എന്തുവാണ്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം നിന്ന് ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ്. അപ്പോൾ അതെന്താ വരണേ? ഇ റൈസ് ടു മൈനസ് എസ് ബൈ എസ് എന്ന് വന്നു. ഡയറക്റ്റ് ഫോർമുല അല്ലേ? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ് എന്ന് പ്രോപ്പർട്ടി എഴുതുന്നില്ല. അപ്പോൾ അത് തന്നെ ആ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇനി ബാക്കി ഇതിനെ കൊടുക്കുമ്പോഴോ, ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ടി പവർ എന്നിൻ്റെ ആൻസർ 2 ഫാക്ടോറിയൽ ബൈ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ദാറ്റ് ഈസ് എക്സ് ക്യൂബ് പ്ലസ് 2 ഇ റൈസ് ടു മൈനസ് എസ് ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈ എസ് സ്ക്വയർ പ്ലസ് ഇ റൈസ് ടു മൈനസ് എസ് ബൈ എസ്. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിർത്തിയിരുന്നാലും മതി. ഇത് ആൻസർ കംപ്ലീറ്റ് ആയി. Next question, find Laplace transform of e raised to minus 3t into u of t minus 1. The product of two function. രണ്ടാമത്തത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പം നമുക്ക് ഉറപ്പായിട്ടും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യണ്ടേ? എന്തായിരുന്നു ആ പ്രോപ്പർട്ടി? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതി നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ ടി മൈനസ് 1 എന്ന യു ഓഫ് ടി മൈനസ് എയുടെ സ്ഥാനത്ത് 1 കിടക്കുന്നത്. ഇ റൈസ് ടു മൈനസ് 3t എന്നുള്ളത് ടി മൈനസ് 1 വരാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 1 പ്ലസ് 1. കറക്റ്റാണോ? ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം യു ഓഫ് ടി മൈനസ് 1 എന്ന് എഴുതി. ഇനി ഇയാൾ നമുക്ക് പറ്റുന്ന രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യണ്ടേ? അപ്പോൾ ഇതിനൊന്ന് അകത്തേക്ക് കൊടുത്താൽ ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 1 മൈനസ് 3. ഈ മൈനസിന് ടി മൈനസ് 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. അതെ, എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എം പ്ലസ് എൻ. എം പ്ലസ് എൻ ഫോമിലുണ്ട്. സ്പ്ലിറ്റ് ചെയ്യുമ്പോഴോ ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. അപ്പോൾ അതിൽ ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഇപ്പം നമുക്ക് പ്രോഡക്റ്റ് വന്നു നമ്മുടെ ഈ പ്രോപ്പർട്ടി പോലെ ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. അതേ ഫോമിലായില്ലേ? ഇനി നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം കൊടുക്കാം. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 3t ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 3 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തിട്ടു. ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 ആണോ? ദറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു ഈ ടി മൈനസ് 1 പോകാനായിട്ട് ഈ എന്താ ഇവിടെ വയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 3t. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 3t എന്തുവാണ്? ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ഇ റൈസ് ടു 8t എന്ന് പറഞ്ഞാൽ 1 ബൈ എസ് മൈനസ് എ. അപ്പോൾ ഇതെന്താ വരും? 1 ബൈ എസ് പ്ലസ് 3. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ മൈനസ് 3 മൈനസ് എസും കൂടെ ചേർന്നിട്ട് ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് പ്ലസ് 3 ബൈ എസ് പ്ലസ് 3 എന്ന് പറഞ്ഞ് എഴുതി നിർത്താം. നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. അപ്പോൾ ഇതും എന്താ? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. യു ഓഫ് ടി മൈനസ് പൈ എന്ന് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. കൂടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ബട്ട് ടിയുടെ സ്ഥാനത്ത് ടി മൈനസ് പൈ ഇല്ല. അപ്പോൾ നമ്മൾ ഏത് പ്രോപ്പർട്ടി അത് യൂസ് ചെയ്യാൻ പോകണേ? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. പ്രോപ്പർട്ടി എന്തിനാ എപ്പോഴും എഴുതണമെന്ന് ആലോചിക്കേണ്ട. പ്രോപ്പർട്ടി എഴുതിയാൽ അതിൻ്റെ ഒരു മാർക്കെങ്കിലും നമുക്ക് കിട്ടും. അതുകൊണ്ട് ആ പ്രോപ്പർട്ടി എഴുതണം. ബാക്കി തെറ്റിപ്പോയാലും അതിൻ്റെ ഒരു മാർക്കെങ്കിലും കിട്ടത്തില്ലേ? അപ്പോൾ എന്താ പ്രോപ്പർട്ടി എഴുതി. ഇനി നമുക്ക് എന്താ വേണ്ടേ? തന്നേക്കുന്ന ഫംഗ്ഷൻ ഒന്ന് എടുത്ത് എഴുതാം. സൈൻ 2t ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ എന്ന് എടുത്ത് എഴുതി. ഇനി നമുക്ക് ടിയുടെ സ്ഥാനത്ത് ടി മൈനസ് പൈ വരണം. അപ്പോൾ എന്ത് ചെയ്യണം? സൈൻ 2 ഇൻറ്റു ടി മൈനസ് പൈ പ്ലസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ദറ്റ് ഈസ് ഈക്വൽ ടു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? സൈൻ 2 ഇൻറ്റു ടി മൈനസ് പൈ പ്ലസ് 2π ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. രണ്ട് രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് ആലോചിക്കാം. സൈൻ എ പ്ലസ് ബിയുടെ എക്സ്പാൻഷനായിട്ട് ആലോചിക്കാം. അല്ലെങ്കിൽ നമുക്ക് സൈൻ 360 പ്ലസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താണെന്നറിയാം? സൈൻ തീറ്റ എന്നറിയാം. ആ ഫോമുല ഓർത്തിരുന്നാലും മതി. സൈൻ 360 പ്ലസ് തീറ്റ. ഇവിടുത്തെ 360 കണ്ടോ? 2π പ്ലസ് തീറ്റയാണ് കൂടെയുള്ള ആൾ. അപ്പോൾ അതെന്തായി മാറും? സൈൻ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ദറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 2 ഇൻറ്റു
ടി മൈനസ് പൈ യു ഓഫ് ടി മൈനസ് പൈ. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സൈൻ്റെ കൂടെയും ടി മൈനസ് പൈ തന്നെ വന്നു അല്ലേ. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ അല്ലേ കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നത്. ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2 ഇൻറ്റു ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഈ പ്രോപ്പർട്ടി അപ്ലൈ ആണെങ്കിൽ ഇതെങ്ങനെ മാറും? ടി മൈനസ് പൈ പോകാനായിട്ട് ഇവിടെ എ എന്ന് പറയുന്ന പൈ ആണ്. അപ്പോൾ ഇ റൈസ് ടു പൈ എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t എന്തുവാണ്? എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടുത്തെ എ 2 ആണ്. സോ 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4. ആൻസർ കംപ്ലീറ്റ് ആയി. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇ റൈസ് ടു മൈനസ് ടി എന്ന് തന്നിട്ട് ഞാൻ ഇവിടെ മുതൽ ചെയ്തപ്പോൾ ഇ റൈസ് ടു മൈനസ് 2t എന്ന് എടുത്ത് എഴുതിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൗകര്യത്തിന് ക്വസ്റ്റ്യൻ ഇ റൈസ് ടു മൈനസ് 2t എന്ന് മാറ്റുവാന്നേ. അപ്പം ബാക്കിയപ്പോൾ എല്ലാം എഴുതിയേക്കുന്നത് കറക്റ്റായി. ഇ റൈസ് ടു മൈനസ് ടി ആണ് ഇട്ടിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വരും. മൈനസ് ടി ആക്കണം, ഇതെല്ലാം S+1 എന്നാക്കേണ്ടി വരും. അപ്പോൾ ഈ മൈനസ് ടി എന്നുള്ളത് ഞാൻ എടുത്തെഴുതിയപ്പോൾ ഇ റൈസ് ടു മൈനസ് 2t എന്നായിപ്പോയി. അവിടെ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് വന്നു. അത് ഞാൻ ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ഒരു പ്രോപ്പർട്ടി പഠിച്ചു. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ഇപ്പം നമ്മൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞത്. ഇയാളെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇതിനെ എഴുതാം. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെയായിരിക്കും? എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം കൂടിയാണ് ചെയ്യുന്നത്. നമുക്ക് മറ്റതിനകത്ത് ഇനിയും പ്രോബ്ലം ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നു. പ്രോപ്പർട്ടി തീർന്നിട്ടില്ല യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ. ബട്ട് നമ്മളിപ്പോൾ പഠിച്ച പ്രോപ്പർട്ടിയുടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാനും കൂടെ ഇപ്പോൾ പറയുവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് e raised to minus pi s by s square plus 1. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് ഈ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് പൈ എസ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. നമുക്ക് എഫ് ഓഫ് ടി വേണം അല്ലേ. അപ്പോൾ നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്താണെന്ന് ഫൈൻഡ് ചെയ്യാം. അതെന്തോ നിങ്ങൾക്ക് എല്ലാം അറിയാം, സൈൻ ടി എന്നറിയാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എഫ് ഓഫ് ടി. ഇനി നമ്മുടെ ഈ പ്രോപ്പർട്ടി അനുസരിച്ച് ഇതിനെങ്ങനെ എഴുതാം? ഫോർ എൽ ഇൻവേഴ്സ് ഓഫ് e raised to minus pi s by s square plus 1 is equal to f of t minus a. ഈ എഫ് ഓഫ് ടിയിൽ ടി മൈനസ് എ വേണം. ഇവിടുത്തെ എ എന്തുവാണ്? പൈ ആണ്. അപ്പോൾ എഫ് ഓഫ് എന്ന് പറയുമ്പം സൈൻ ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. നമുക്ക് ഇവിടെ വെച്ച് ആൻസർ നിർത്താൻ നമ്മൾ എപ്പോഴും ഈ ടി മൈനസ് പൈ എന്നുള്ള ഫോമിൽ ഇതിനാക്കി എടുക്കുകയല്ലേ ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഫോം എന്തുവാണ്? നമുക്കറിയാം സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് നമുക്കറിയാം. സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്നറിയാം. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് സൈൻ ഓഫ് മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ പൈ മൈനസ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്തുവാണ്? മൈനസ് സൈൻ തീറ്റ. എന്തിനാണ് ഇപ്പോൾ ഇത് പറഞ്ഞേ? സൈൻ ഓഫ് മൈനസ് പൈ മൈനസ് ടി എന്ന് പറയുന്നത് നമ്മുടെ തീറ്റ. that is equal to minus sin theta. Minus the friend വന്നു minus pi minus t into u of t minus pi. എന്തിനാ പൈ മൈനസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലായോ? സൈൻ ഓഫ് പൈ മൈനസ് ടി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്താം? മൈനസ് സൈൻ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. ആൻസർ കംപ്ലീറ്റ്. അപ്പോൾ ഇതുപോലെ എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞ ആൻസർ നിർത്താൻ പറ്റില്ല. കാരണം നമ്മളെപ്പോഴും ടി മൈനസ് പൈ ഫോമിലേക്ക് ആക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഈ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള രീതിയിൽ എത്തണം. ഇങ്ങനെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ചോദിക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെ ചെയ്യട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find L inverse of s into e raised to minus 3s by s square plus 25. ഇപ്പോൾ നമ്മൾ ചെയ്തത് പോലത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ദിസ് ഇസ് ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം? എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് 3s ഇൻറ്റു എഫ് ഓഫ് എസ് ആണ്. അപ്പോൾ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 25 ഒന്നിച്ച് എഴുതി. കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം എന്തുവാണ്? ഇ റൈസ് ടു മൈനസിൻ്റെ കൂടെയുള്ള എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 25 എന്ന് പറയുന്നത് കോസ് 5t
ഫോർമുലയാണ് എഴുതിയേക്കുന്നതെന്ന് അറിയാം. അത് കോസ് ഫൈ ടി. ഇതാണ് നിങ്ങളുടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഫോർമുല എൽ ഇൻവേഴ്സ് ഓഫ് s into e raised to minus 3s by s square plus 25 is equal to f of t minus a. എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? a equal to 3. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരേണ്ടത്? cos of 5 into t minus എന്താ വരേണ്ടത്? t minus 3 into u of t minus 3. ഇതാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. പിന്നെ ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് നിർത്താം. കാരണം ഇതിന് എനിക്കിപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ ടി മൈനസ് അകത്തേക്ക് കൊടുത്ത് കോസ് എ കോസ് ബി എക്സ്പാൻഡ് അങ്ങനെ വേണ്ട, ഇതിങ്ങനെ വെച്ച് നിർത്തിയാൽ മതി. ടി മൈനസ് എ ഇവിടെ പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു, അതുകൊണ്ടാണ് ചെയ്തത്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാമോ? ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 4 ദ ഹോൾ ക്യൂബ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു 1 ബൈ എസ് പ്ലസ് 4 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത് ആ ഇ റേസ്റ്റിൻ്റെ കൂടെയുള്ള ആൾ എന്താ? അത് എസ് പ്ലസ് 4 ദ ഹോൾ ക്യൂബാണ്. നമുക്ക് അങ്ങനെ ഒരു ഫോർമുല ഇല്ലല്ലോ. അപ്പോൾ ഈ 1 ബൈ എസ് ക്യൂബിനാണെങ്കിൽ ഫോർമുല ഉണ്ട് അല്ലേ? എസ് പ്ലസ് 4 ദ ഹോൾ ക്യൂബിനെ മാറ്റാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? ഇ റേസ് ടു മൈനസ് 4 ടി പ്രോപ്പർട്ടി ഓർമ്മയില്ലേ? എൽ ഇൻവേഴ്സിൽ പഠിച്ചേ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ ഇൻവേഴ്സ്. ഇ റേസ് ടു മൈനസ് 4 ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് ക്യൂബ് ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 4 ടി ഇൻറ്റു 1 ബൈ എക്സ് റേസ് ടു എൻ പ്ലസ് 1. എൻ ഈക്വൽ ടു ഇവിടെ എന്താ? 2 വരുമ്പോൾ ഉള്ള ഫോർമുല ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ടി സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 4 ദ ഹോൾ ബൈ 2. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 4 ദ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു, ഇത് എങ്ങനെ എഴുതേണ്ടത്? ഈ കിട്ടിയ ആൻസറിന് ടി മൈനസ് എ വരണം. എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 1 ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരേണ്ടത്? t minus 1 the whole square into e raised to minus 4 t minus 1 by 2 ആ 2 എവിടെ ഇട്ട് into u of t minus 1. ആൻസർ കംപ്ലീറ്റ് ആയി. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് ചെറുതാക്കി ഇ റേസ് മൈനസ് 4 കോമൺ ആയിട്ട് എടുത്താൽ എൻ്റെ ആവശ്യമില്ല, ഇവിടെ വെച്ച് നിർത്താം. അപ്പം നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോപ്പർട്ടിയുടെ തന്നെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യനും കൂടെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു 3 മാർക്ക്, നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ ക്വസ്റ്റ്യനും 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ 3 മാർക്കിൻ്റെ കാറ്റഗറിയിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനകത്ത് ഇനി ഒരു പ്രോപ്പർട്ടി എനിക്ക് അപ്ലൈ ചെയ്ത് പ്രോബ്ലം ചെയ്യാൻ ബാക്കിയുണ്ട്. അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം, ഒരു 3 പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. കൂടെ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു പ്രോപ്പർട്ടിയും കൂടെ പറയാം, ഒരു കുഞ്ഞു കൺസെപ്റ്റും കൂടെ പറയാനുണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെ ഫൈൻഡ് ചെയ്യുമെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആൻഡ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തു. പക്ഷേ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇവിടെ തീർന്നിട്ടില്ല. ഇനിയും നമുക്ക് ഒരു 4 പ്രോപ്പർട്ടി അല്ലെങ്കിൽ 4 ഫോർമുല ഇവിടെ നോക്കാനുണ്ട്. അതിനകത്ത് കുറച്ച് പ്രോബ്ലംസും ബാക്കിയുണ്ട്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അടുത്ത ക്ലാസ്സിൽ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷനും ആ പ്രോബ്ലം കൂടെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക.